എന്നാൽ ഇതാ NDA വീണ്ടും തിരുവനന്തപുരം 50ലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തലസ്ഥാന നഗരം ഒരിക്കൽ കൂടി ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. വോട്ടെണ്ണൽ അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ വീണ്ടും NDA 50 എന്ന സംഖ്യയിലേക്ക് എത്തുന്നു. കേവലം ഒരേ ഒരു സീറ്റ് മാത്രം കൂടി നേടാൻ സാധിച്ചാൽ NDAക്ക് കോർപ്പറേഷൻ ഭരിക്കാൻ സാധിക്കും. മറ്റാരുടെയും സഹായമില്ലാതെ NDA എന്ന സഖ്യത്തിന് തലസ്ഥാനം ഭരിക്കാൻ സാധിക്കുമെന്നതാണ് എടുത്തു പറയേണ്ടത്. അതിന് ഇനി വേണ്ടത് ഒരേ ഒരു സീറ്റ് മാത്രമാണ്. ആ സീറ്റ് നേടാൻ ഇനി BJPക്ക് സാധിക്കുമോ, NDAക്ക് സാധിക്കുമോ എന്നതാണ് അറിയേണ്ടത്. എത്ര സീറ്റുകളിൽ ഇനിയും ഫലം വരാനുണ്ട് എന്നതിലും വ്യക്തതയില്ല. എന്തു തന്നെയായാലും വോട്ടെണ്ണൽ അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ അന്തിമ ഫലത്തിലേക്ക് രാഷ്ട്രീയ കേരളം പോകും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ മുന്നണികൾക്ക് എത്ര സീറ്റുകൾ നേടാൻ സാധിച്ചു എന്നതിൻ്റെ അന്തിമ ചിത്രം തെളിയും. അതിൽ ആണ് തിരുവനന്തപുരം ഇപ്പോഴും ശ്രദ്ധാകേന്ദ്രം തന്നെയായി മാറിയിരിക്കുന്നത്. 101 വാർഡുകളുള്ള 101 ഡിവിഷനുകൾ ഉള്ള തിരുവനന്തപുരത്ത് 100 ഡിവിഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയാണ് 51 ഡിവിഷനുകളിൽ വിജയമുറപ്പിച്ചാൽ തലസ്ഥാനം പിടിക്കാൻ BJPക്ക് സാധിക്കുക. ഈ വിജയം വരുമ്പോൾ അത് BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നേതൃത്വത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഇതിനകത്ത് ഫലം കാണുന്നു എന്നുകൂടിയുണ്ട്. അതായത് എങ്ങനെയാണ് കേരളത്തിലേക്ക് കടക്കുക. BJPയിൽ വലിയ തരത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന അധ്യക്ഷനെ മാറ്റുക, അങ്ങനെ വിഭാഗീയ പ്രശ്നങ്ങൾ പരിപൂർണമായിട്ട് ഇല്ലാതാക്കാം. നേരിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും തീരുമാനിച്ച ഒരാളെ തന്നെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരിക. അമിത്ഷാ കേരളത്തിൽ വന്നുകൊണ്ട് കേരളം 2026 മിഷൻ കേരളം എന്നൊരു അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ 25% എത്തിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ വഴി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മോദി കൊണ്ടുവന്ന വികസിത ഇന്ത്യ, വികസിത കേരളം എന്ന അജണ്ടയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക, താഴെ തട്ടിലെത്തിക്കുക എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അതായത് ഇവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങുകയാണ്, അത് സംസ്ഥാന അധ്യക്ഷൻ തൊട്ട് BJPയുടെ മുഖം മാറ്റം തൊട്ട് തുടങ്ങുകയാണെന്ന് പറയുമ്പോൾ എന്താണ് അമിത്ഷായും നരേന്ദ്രമോദിയും ഉദ്ദേശിച്ചത്? അത് പ്രതിഫലിപ്പിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഓരോ വാക്കുകളും. അതിനുശേഷം മുനമ്പം വിഷയം BJP ആളിക്കത്തിച്ച സമയത്തും അതേത് തരത്തിലാണ് ഒരു ദേശീയ വിഷയമായത് എന്ന് കൂടി കണ്ടതാണ്. അത് മുനമ്പം സമരം വാർഡടക്കം BJP സ്വന്തമാക്കുമ്പോൾ അത് കൃത്യമായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം. പൂഞ്ഞാറടക്കം അങ്ങനെ പല ഭാഗങ്ങളിലും ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമിത്ഷാ പറഞ്ഞ ആ വാക്കുകളാണ് എടുത്തു നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നത് ഏതെങ്കിലും CPM BJP ധാരണ എന്നൊക്കെ പറഞ്ഞ് UDFന് പോലും തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. ഇതൊരു തുടക്കമാണ്. ഈ രീതിയിലാണ് ക്യാമ്പയിൻ നടത്തുന്നതെങ്കിൽ, ഈ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടക്കം മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മിഷൻ 2026 ഏത് തരത്തിലാണ് BJP കാണുക എന്നുള്ളത് 50 സീറ്റുകളിലേക്ക് ഇപ്പോൾ തലസ്ഥാനത്ത് എത്തി നിൽക്കുന്നു BJP എന്നതാണ്. കേവലം ഒരു സീറ്റിന്റെ കുറവ് മാത്രമാണ് കോർപ്പറേഷൻ ഭരിക്കാൻ BJPക്ക് ഇനി ശേഷിക്കുന്നത്. ഒരുപക്ഷെ 49-50 സീറ്റുകൾ നേടിയാൽ തന്നെ കോർപ്പറേഷൻ ഭരിക്കുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അവിടെയാണ് അപർണ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിന്റെ ഇടപെടൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാളെ എത്തിച്ചുകൊണ്ട് BJPയുടെ കേന്ദ്ര നേതൃത്വം നടത്തുന്ന പരീക്ഷണം, ആ പരീക്ഷണം തലസ്ഥാനത്ത് വിജയിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ കോർപ്പറേഷൻ ഭരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര BJP നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ പോലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രമേൽ പ്രാധാന്യമാണ് അവർ തിരുവനന്തപുരത്തിന് നേരത്തെ തന്നെ നൽകുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ ഫലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJP വലിയ ആത്മവിശ്വാസത്തോടെ ആഹ്ലാദ കൊഴുപ്പിൽ ആണ് എന്ന് പറയുമ്പോൾ പോലും ഭരണമുറപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനാവശ്യം എന്നത് 51 സീറ്റുകൾ എന്നതാണ്. അതിനി ഒരു സീറ്റിന്റെ കുറവ് മാത്രമാണുള്ളത്. 101 ഡിവിഷനുകൾ ഉള്ള തിരുവനന്തപുരത്ത് 50 ഡിവിഷനുകളിൽ ഇപ്പോൾ BJP മുന്നിട്ട് നിൽക്കുന്നു. ഒരു ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നതും പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം 51 എന്ന ആ മാന്ത്രിക സംഖ്യയിലേക്ക് എത്തുന്നുവെങ്കിൽ അത് ചരിത്രമായിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി NDA നേതൃത്വം നൽകുന്ന ഒരു ഭരണ സാന്നിധ്യം ഉണ്ടാകാൻ പോകുന്നു. BJPക്ക് ഒരു മേയർ
ഉണ്ടാകാൻ പോകുന്നു. അവിടെയാണ് BJP ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സ്വീകരിക്കാൻ BJPയുടെ മേയർ ഉണ്ടാകും പ്രോട്ടോകോൾ പ്രകാരമെന്ന്. അതിന് സാധിക്കുമോ എന്നതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ അറിയേണ്ടത്. ഇടതുപക്ഷം ഇനി എന്ത് പ്രതികരണം നടത്തും? സമൂഹ മാധ്യമങ്ങളിൽ ലെഫ്റ്റ് ഹാൻഡിലുകളിൽ വിമർശിക്കുന്നത് തിരുത്താൻ തയ്യാറാകൂ, തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാകൂ എന്ന് ഇടത് ആക്ടിവിസ്റ്റുകൾ വരെ പോസ്റ്റ് ഒക്കെ ഇടുന്ന മിനിറ്റുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് തിരിച്ചടിച്ചത്? ശബരിമല മധ്യകേരളത്തിൽ തിരിച്ചടിച്ചെങ്കിൽ തെക്കൻ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? വികസനമാണ് വലിയതായി ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് പറഞ്ഞ വടക്കൻ കേരളത്തിൽ പോലും ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ റോഡ് വികസനം, അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യ വിഷയങ്ങൾ, ജനക്ഷേമ പരിപാടികൾ, ഇതൊക്കെ വോട്ടായോ അതോ തിരിച്ചടിച്ചോ എന്നുള്ളതുണ്ട്. MM മണിയുടെ വിവാദ പ്രതികരണമൊക്കെ ഈ മിനിറ്റിൽ വരുന്നുണ്ട്. ഞങ്ങൾ നൽകിയ പെൻഷൻ വാങ്ങി ചാപ്പാട് കഴിച്ച ആളുകൾ തങ്ങൾക്കെതിരായി വോട്ട് ചെയ്തു എന്ന തരത്തിലുള്ള വിവാദ പ്രതികരണമൊക്കെ വരുന്ന സമയമാണിത്. ഇടതുപക്ഷം തിരുത്തണമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ആ വാക്കുകളാണ് വരുന്നത്. ശബരിമല വിഷയം ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിൽ ഒട്ടും സ്വാധീനിക്കില്ല എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ട് ഇങ്ങോട്ടുള്ളവരാണ്. അത് തന്നെ ഇനിയും ആവർത്തിക്കുമോ? ആ രീതിയിലായിരിക്കുമോ പറയാ, അതോ പാർട്ടി പരിശോധിക്കുമോ ഈ ഉയർന്ന വിഷയങ്ങളൊക്കെ എന്നുള്ള കാര്യമുണ്ട്. ഇനി അങ്ങോട്ട് 6 മാസം 2026 ഏപ്രിലിന് മുൻപ് അതിലൊരു തീരുമാനമുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ UDF-നും തലസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള ഈ തിരിച്ചടി, ഇത്രയും കാസർഗോഡ് തൊട്ട് ഇങ്ങോട്ട് വരെ ഉണ്ടാക്കിയ ആ മുന്നേറ്റത്തിന് ഒരല്പം ശോഭ കെടുത്താൻ ഈ തിരുവനന്തപുരത്തെ ഒരൊറ്റ കോർപ്പറേഷൻ കൊണ്ട് BJP കഴിയുന്നത് UDF-നും ആലോചിക്കാനുണ്ട് ഏത് തരത്തിലാകുമെന്നുള്ളത്. അങ്ങനെ LDF-നും UDF-നും ഒരുമിച്ച് ചേർന്ന് കൂടി ആലോചിക്കാനുള്ള ഒരു 6 മാസം അല്ല 6-ൽ താഴെ അത്രയും മാസങ്ങളാണ് മുന്നോട്ട് നിൽക്കുന്നത്. അതുണ്ടാകുമോ? അതോ നേരിട്ട് വീണ്ടും നരേന്ദ്രമോദിയും അമിത്ഷായും എത്തി കേരളത്തിലേക്ക് ഉള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരിപൂർണ എൻട്രി തുറക്കുന്ന രീതിയിലേക്കുള്ള ഒരു ക്യാമ്പയിനിലേക്കായിരിക്കുമോ കടക്കുക? പൂട്ടിയ നിയമം അക്കൗണ്ട് തുറക്കുന്നതിനപ്പുറത്തേക്കുള്ള പ്രതീക്ഷകൾ BJP NDA നേതാക്കൾ പ്രകടമാക്കുമ്പോൾ അതെങ്ങനെ ഇനി തള്ളിക്കളയാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിനും UDF-നും കഴിയുമെന്നുള്ളതാണ് ചോദ്യം. ഇതാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ 100 സീറ്റുകളിലേക്കുമുള്ള വോട്ടെണ്ണലാണ് തിരുവനന്തപുരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിനി ഈ സംഖ്യകൾ മാറിമറിയുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. തെരഞ്ഞെടുപ്പ് നടന്നത് 100 വാർഡുകളിലേക്കും 100 ഡിവിഷനുകളിലേക്കായിരുന്നുവെങ്കിൽ ആ 100-ലെയും ഫലപ്രഖ്യാപനങ്ങൾ അല്പസമയത്തിനകം ഔദ്യോഗികമായി വരും. അപ്പോഴും ഈ സംഖ്യകൾ മാറിമറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ നമുക്ക് NDAയുടെ സ്ഥാനത്ത് 50 സീറ്റുകൾ എന്ന് പ്രേക്ഷകർക്ക് സ്ക്രീനിന്റെ മുകൾ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം 29-ലേക്ക് എത്തി നിൽക്കുന്നു. UDF-ന് 19. അത് ഫലമറിയുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണമാണ്. അതിലേതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ്. മുഴുവൻ സീറ്റുകളിലെയും വോട്ടെണ്ണൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും സീറ്റുകളിൽ അധികമായി എണ്ണാൻ ഇല്ല എന്നതുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ ഇപ്പോഴും BJPക്ക് അല്ലെങ്കിൽ NDAക്ക് എന്ന സംശയം ബാക്കിയാകുന്നത്. 51 എന്ന സീറ്റിലേക്ക് എത്തിയാൽ അവിടെ ഒരു തർക്കവും വേണ്ട. NDA BJP നേതൃത്വം നൽകുന്ന NDA തിരുവനന്തപുരത്ത് ചരിത്രത്തിലായി അഭിലാഷ് ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യം, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ശബരിമല വിഷയങ്ങൾ അടക്കമുള്ളവയല്ല BJPയെ തുണച്ചിരിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് BJPയുടെ അധ്യക്ഷമാറ്റവും ഭരണമാറ്റവും നടന്നത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതിന് മുൻപുണ്ടായ തെരഞ്ഞെടുപ്പിൽ ശബരിമലയെ യുവതീ പ്രവേശനവും ആളി കത്തിച്ചപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളല്ല, വികസന വിഷയങ്ങളിലാണ് ഊന്നുക എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിന്റെ നയങ്ങൾക്കൊപ്പമാണ് ജനങ്ങൾ നിന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടി വരുന്നു. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ നേടുമ്പോൾ തെക്കൻ കേരളത്തിൽ അധികാരത്തിലിരുന്ന